മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി 11 ഏക്കർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി CK മുഹമ്മദ് അലി, മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ്, യൂത്ത് ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങൾ, അതുപോലെ ഈ പ്രദേശത്തെ പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാവരും ചേർന്നാണ് ഈ ഭൂമി സന്ദർശിക്കാൻ വേണ്ടി വന്നത്. ഈ ഭൂമി മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് 2019 ആരുടെയൊക്കെ ഉടമസ്ഥതയിലാണ് ഈ ഭൂമി എന്ന് പരിശോധിക്കുമ്പോഴാണ് ഇതിനകത്തെ അഴിമതിയുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഭൂമി ഏറ്റെടുത്തത് ഒന്ന് ശ്രീ അബീബ് റഹ്മാൻ അഭയം പൂക്കയിൽ തിരൂർ, മറ്റൊന്ന് അബ്ദുൽ ജലീൽ പണ്ണിക്കണ്ടത്തിൽ വീട്, ശ്രീ ജംഷീദ് റഫീഖ്, ശ്രീ മുഹമ്മദ് കാസിം അഭയം തിരൂർ, ശ്രീ യാസിർ, ശ്രീ അബ്ദുസലാം പന്നിക്കണ്ടത്തിൽ തിരൂർ, ശ്രീ ഇൻജാസ് മുനവർ, ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ, ശ്രീ വെള്ളേക്കാട്ട് നിയാസിന് വേണ്ടി മുഹമ്മദ് കാസിം. ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്നാണ് ഈ ഭൂമി സംസ്ഥാന സർക്കാർ 11 ഏക്കർ ഏറ്റെടുത്തത്. ഈ വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഈ ഹബീബ് റഹ്മാനും അതുപോലെ തന്നെ ജംഷീദ് റഫീഖും വെള്ളേക്കാട്ട് നിയാസും, ഹബീബ് റഹ്മാനും വെള്ളേക്കാട്ട് നിയാസും മുഹമ്മദ് കാസിമും, ഈ 3 ആളുകൾ കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ സഹോദരൻ്റെ മക്കളാണ്. മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ പന്നിക്കണ്ടത്തിൽ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 തവണയായി തിരൂർ മത്സരിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് അബ്ദുസലാമും അബ്ദുൽ ജലീലും ശ്രീ ജംഷീദ് റഫീഖും. ഇവരുടെ കയ്യിൽ നിന്നാണ് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി 11 ഏക്കർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. ഏറ്റെടുത്ത സമയത്ത് തന്നെ ഞങ്ങൾ ഈ ഭൂമിയിൽ വന്ന് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, ഇത് CRZ 3 ഉൾക്കൊള്ളുന്ന NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണായ, ബഫർ സോണായ, അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായ കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ നിർമ്മാണം ഒരു കാരണവശാലും നടക്കില്ല. ഈ ഭൂമിയുടെ പേരിൽ അഴിമതിയുണ്ട് എന്നായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ആക്ഷേപം 2019. അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയി ഇരുന്ന ആൾ ശ്രീ KT ജലീലാണ്. അന്ന് അദ്ദേഹം മറുപടി പറഞ്ഞത്, കണ്ടൽക്കാടും അതുപോലെ തന്നെ പവർ സോണും CRZ 3 NDZ ഒക്കെ ഉൾക്കൊള്ളുന്ന സ്ഥലം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ 11 ഏക്കർ സ്ഥലം ഞങ്ങൾ ഏറ്റെടുത്തത് എന്നായിരുന്നു ജലീലിൻ്റെ അന്നത്തെ വാദം. എന്നാൽ ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ, ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ ഏർപ്പെടുത്തിയ ഉപസമിതി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു, ഇതിനകത്തെ മഹാഭൂരിഭാഗം വരുന്ന ഭൂമികളും, ഏതാണ്ട് എല്ലാ സർവേ നമ്പറിലെയും ഭൂമികൾ ഈ പറയുന്ന CRZ 3 വരുന്ന, കൃത്യമായി അതിൻ്റെ കോപ്പിയാണ്, മാധ്യമങ്ങൾക്ക് അതിൻ്റെ കോപ്പി നൽകാം. CRZ 3 അതുപോലെ തന്നെ NDZ നോൺ ഡെവലപ്മെൻറ്റ് സോണ്, മാംഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ തിങ്ങി നിറഞ്ഞ സ്ഥലമാണെന്ന് ചെന്നൈയിലെ ഗ്രീൻ ട്രിബ്യൂണൽ കണ്ടെത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്. ഇനി ഈ ഭൂമിയുടെ വില, ഇതിന് ന്യായവില പരിശോധിക്കുമ്പോഴാണ് നമുക്കറിയാം, ന്യായവിലക്ക് നമ്മുടെ നാട്ടിൽ എവിടെയും ഭൂമി നടക്കാറില്ല, ഭൂമി കച്ചവടം നടക്കാറില്ല, ശരിയാണ്. പക്ഷേ ന്യായവിലയുടെ ഏതാണ്ട് എത്ര ഇരട്ടി, ആ പേപ്പർ നിൽക്കുമോ, ഏതാണ്ട് എത്ര ഇരട്ടി ആയിരിക്കും സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി? ഇതിനകത്ത് വിവരാവകാശ പ്രകാരം ഈ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടുത്തെ ന്യായവില എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിക്കുന്നത്.